നമസ്കാരം. തന്ത്രം എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പരിചയപ്പെടുന്ന രണ്ട് വാക്കുകളാണ് ശ്രീവിദ്യ അല്ലെങ്കിൽ ശ്രീചക്രം എന്നുള്ളത്. ശ്രീവിദ്യ സമ്പ്രദായത്തെക്കുറിച്ചും ശ്രീചക്ര വിധാനത്തെക്കുറിച്ചും ആധികാരികമായി പറയുന്ന ഒരു ടെക്സ്റ്റാണ് ഭാവനോപനിഷത്ത്. എന്താണ് ശ്രീചക്രം? ശ്രീചക്രവും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണ്? ഒരു ശ്രീചക്രത്തിൽ പൂജിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾക്ക് ഭോഗവും മോക്ഷവും ലഭിക്കുന്നത് തുടങ്ങിയ എല്ലാ വിഷയങ്ങളും മനസ്സിലാവണമെങ്കിൽ, അതിൻ്റെ ഫിലോസഫി അനുസരിച്ച് മനസ്സിലാവണമെങ്കിൽ പഠിക്കേണ്ടത് ടെക്സ്റ്റും ഭാവനോപനിഷത്ത് തന്നെയാണ്. ആ ഭാവനോപനിഷത്ത് വളരെ വിശദമായി ചർച്ച ചെയ്യാണ് ഇവിടെ. കുറച്ച് ദിവസം കൊണ്ട് ഭാവനോപനിഷത്തിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. തീർച്ചയായിട്ടും എൻ്റെ ശരീരം തന്നെയാണ് ശ്രീചക്രം. ശ്രീചക്ര പൂജ സംഭവിക്കുന്നത് എൻ്റെ ഉള്ളിലാണ്. തൻ്റെ ശരീരത്തെ ശ്രീചക്രമായി കൊണ്ട് ആ ഒരു പൂജ ചെയ്യാനും ഭാവനോപനിഷത്തിന്റെ ക്ലാസ്സിലൂടെ നമുക്ക് സാധ്യമാവും. ശ്രീചക്ര വിചിന്തനം എന്ന പദ്ധതിയിലൂടെ നമ്മൾക്ക് സ്വയം മാനസികമായി വലിയ ഒരു ശ്രീചക്ര പൂജ ചെയ്യാനും സാധിക്കും. നന്ദി, നമസ്കാരം.